ഗൈസ് ഇറ്റ്സ് സർപ്രൈസിങ് ജോർദൻ വിൽമ ഗിൽ അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിൽ സൈൻ ചെയ്യുന്നു. ഒഫീഷ്യലി ആ ഒരു വാർത്ത വരുന്നു എന്നുള്ളതാണ്. ഒരു റൂമറുകൾക്കും ഇടമില്ലാതെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ് എഫ് സി ഒരേ ഒരു പ്ലെയറെ റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു വാർത്ത നമ്മൾ മുമ്പ് കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിലിപ്പം കേട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ബെറ്റർ ഓഫർ ആൻഡ് ഇവർ ഫീ കൊടുക്കാൻ വരെ റെഡി ആയിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഇപ്പം പഞ്ചാബ് വിട്ട് അദ്ദേഹം ചെന്നൈയിലേക്ക് ഒരു 1 ഇയർ കോൺട്രാക്റ്റിൽ എത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹം ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കളിക്കുന്നൊരു പ്ലെയറാണ്. ഒരു കൊളംബിയൻ സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ളൊരു താരമാണ് എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ സീസണിൽ നോക്കി കഴിഞ്ഞാൽ പഞ്ചാബ് എഫ് സിയിലാണ് അദ്ദേഹം കളിച്ചത്. പഞ്ചാബ് എഫ് സി അത്ര മികച്ച പെർഫോമൻസ് അല്ല, ഒരു പ്ലേ ഓഫിലൊന്നും കയറിയില്ല. ഒരു സെക്കൻഡ് ഫേസിലാണ് അദ്ദേഹവും ക്ലബ്ബും ഒക്കെ നന്നായിട്ട് കളിച്ചത്. ഇപ്പം 15 മത്സരങ്ങളിൽ നിന്ന് 9 ഗോൾ ഒരു അസിസ്റ്റുമാണ് അദ്ദേഹം ISLും സൂപ്പർ കപ്പിലുമായിട്ട് നേടിയിട്ടുള്ളത്. എന്നാൽ അതിന് മുന്നേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൂടെയാണ് അദ്ദേഹം ആദ്യം ISLിലേക്ക് വരുന്നത്. ആ സീസണിൽ അദ്ദേഹം 15 ഗോളുകൾ 15 മത്സരങ്ങളിൽ നിന്ന് അടിച്ചിരുന്നു. അന്ന് സൂപ്പർ കപ്പിലെ ഒരു ടോപ്പ് സ്കോററൊക്കെ ആകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ ഓൾറെഡി ഡാനിയൽ ചീമയെ സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ ഒരു ഫിസിക്കൽ ഇതുള്ള ഒരു പ്ലെയറാണ്. അതിനോടൊപ്പമാണ് മറ്റൊരു ഫിസിക്കൽ പ്രസൻസ് ആകാൻ കെൽപ്പുള്ള താരമാണ് ജോർദൻ വിൽമ ഗിൽ എന്ന് പറയുന്നൊരു താരം. അദ്ദേഹത്തെ കൂടി എത്തിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഓവൻ കോയലിൻ്റെ ഒരു രീതി അതാണ്. എന്താണെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ചെന്നൈയിൻ എഫ് സി കുക്കിംഗ് അല്ലെങ്കിൽ ഓവൻ കോയൽ കുക്കിംഗ് എന്നുള്ളൊരു കാര്യം. ആ ഒരു തരത്തിലുള്ള സൈനിങ്സൊക്കെയാണ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദേശ താരങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എത്തുന്നത്. ഇപ്പം വിദേശ താരങ്ങളുടെ സൈനിങ് ഒക്കെ ഏതാണ്ട് പൂർത്തീകരിക്കാൻ പോകുന്നൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പറഞ്ഞ ചീമയുടെയും അല്ലെങ്കിൽ എൽസീഞ്ഞോടെയും ഒക്കെ സൈനിങ്സ് വരുന്നത്. അതുപോലെ റയൻ എഡ്വേർഡ്സിനെയൊക്കെ അവർ നിലനിർത്തുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇനിയും നല്ല സൈനിങ്സ് വരും. എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ അവർ സൈനിങ്സ് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് പ്രീ സീസൺ തുടങ്ങാനും അടുത്തൊരു സീസൺ ബെറ്റർ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ചെയ്യും. ഇപ്പോൾ ഇത്തവണ ചെന്നൈയിൻ എഫ് സി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്ര മികച്ച സൈനിങ്സും അല്ലെങ്കിൽ ഇത്ര ആക്റ്റീവായിട്ട് ട്രാൻസ്ഫറിൽ മാർക്കറ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓവൻ ഗോയൽ അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചാണ് ISLിൽ. അദ്ദേഹം മുമ്പ് JFCയിലായിരുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യത്തെ സീസൺ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് സീസൺ ഷീൽഡ് വരെ വിൻ ചെയ്തിട്ടുണ്ട്. സോ അതിനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ള പരിശീലകനാണ്. അതിനുള്ളൊരു സ്ക്വാഡും മാനേജ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനുള്ള സാധ്യതകൾ നമുക്ക് ഒട്ടും തള്ളിക്കളയാനാവില്ല. ഒരു കോമ്പറ്റീഷൻ റേസിലേക്ക് ഒരു ക്ലബ്ബും കൂടി വരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസ്റ്റ് കാണിക്കും. ഞാൻ സനി.